മഹേശ്വര പരബ്രഹ്മസ്വരൂപത്താൽ ഗുരുവായി ത്രിമൂർത്തി. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര പരബ്രഹ്മസ്വരൂപത്താൽ ഗുരുവായി ത്രിമൂർത്തികൾ. പരമാർത്ഥമറിയുന്ന പരന്മാരിലെ സത്യം പകലുപോൽ തെളിയുന്നു ആനന്ദം കാണും. അഖിലാണ്ട തേജസായി അങ്ങയെ കാണുവാൻ അനുവാദം നൽകണേ സർവേശ്വര. അനുവാദം നൽകണേ സർവേശ്വര. ഏകമായി നിന്നൊരു ബോധം തന്നാകുന്നു സൃഷ്ടിയായി വന്നതെന്നറിയിച്ചൂനേ. സൃഷ്ടിയായി വന്നതെന്നറിയിച്ചൂനേ. ആദിവേദനാഥനായ സദ്ഗുരുദേവാ ആദിവേദനാഥനായ സദ്ഗുരുദേവാ ആത്മലോക
ആത്മലോകരക്ഷകനായി വാഴണേ നാഥ. ഭാവരാത്രി മാറ്റി എന്നിൽ വാഴണേ നാഥ. ഭാവരാത്രി മാറ്റി എന്നിൽ വാഴണേ നാഥ. പാവനമാം രൂപം എന്നിൽ കാണണേ നാഥ. ഭാവരാത്രി മാറ്റി എന്നിൽ വാഴണേ നാഥ. പാവനമാം രൂപം എന്നിൽ കാണണേ നാഥ. ആദിവേദനാഥനായ സദ്ഗുരുദേവ, ആത്മലോകരക്ഷകനായി വാഴണേ നാഥ. ആ പുഞ്ചിരിയായി നെഞ്ചമതിൽ കൊഞ്ചിടണമേ. പുഞ്ചിരിയായി നെഞ്ചമതിൽ കൊഞ്ചിടണമേ. ചഞ്ചലങ്ങൾ കൂടാതെ നിൽ തുള്ളിക്കളിക്കാം. പുഞ്ചിരിയായി നെഞ്ചമതിൽ കൊഞ്ചിടണമേ. ചഞ്ചലങ്ങൾ കൂടാതെ നിൽ തുള്ളിക്കളിക്കാം. ആദിവേദനാഥനായ സദ്ഗുരുദേവ, ആത്മലോകരക്ഷകനായി വാഴണേ നാഥ. വാഴണമേ വാഴണമേ സദ്ഗുരുദേവ. വാഴണമേ വാഴണമേ സദ്ഗുരുദേവ. ഉന്നതനായി മന്നിടത്തിൽ വാഴണേ നാഥ. ഉന്നതനായി മന്നിടത്തിൽ വാഴണേ നാഥ. വാഴണമേ വാഴണമേ സദ്ഗുരുദേവ. വാഴണമേ വാഴണമേ സദ്ഗുരുദേവ. ഉന്നതനായി മന്നിടത്തിൽ വാഴണേ നാഥ. ഉന്നതനായി മന്നിടത്തിൽ വാഴണേ നാഥ. വാഴണമേ വാഴണമേ സദ്ഗുരുദേവ. വാഴണമേ വാഴണമേ സദ്ഗുരുദേവ. ഉന്നതനായി മന്നിടത്തിൽ വാഴണേ നാഥ. ഉന്നതനായി മന്നിടത്തിൽ വാഴണേ നാഥ. പരമഗുരുവേ പരമദൈവമേ പരമഗുരുവേ പരമദൈവമേ പരമാനന്ദത്തെ പ്രദാനം ചെയ്യണേ. പരമപാദത്തിൽ പരമഭക്തരായി പരമപാദത്തിൽ പരമഭക്തരായി
പരമഗുരു പരമാനന്ദ സമ്പൂർണനാകുന്ന പരമഗുരു പാരിടത്തിൽ അവതാരമായി വന്നത് ഭാരതത്തിൽ തിരുവതാരമായി വന്നത് പരന്മാരെ പരലോകമാക്കുവാൻ വേണ്ടിയാണ്. പരന്മാരെ പരലോകമാക്കുവാൻ വേണ്ടി ആ പരലോകത്തിൽ നിന്നാണ് ആത്മാവ് രൂപം ധരിച്ച് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. പരലോകത്തിൽ നിന്നാണ് ആത്മാവ് രൂപം ധരിച്ച് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ വന്നപ്പോൾ ഈ ലോകത്തിൽ വന്നപ്പോൾ ഈ ജഡമോഹ അനുരാഗാദികളാൽ ഈ ലക്ഷ്യമെല്ലാം മറന്ന് ഉത്ഭവസ്ഥാനം മറന്ന് സ്വന്തം മഹത്വം മറന്ന് ആ അന്ധകാരത്തിന് അടിമപ്പെട്ടു പോയി. അപ്രകാരം അടിമപ്പെട്ടു പോയ ആത്മലോകത്തെ അന്ധകാരം നീക്കി ആ പരലോകത്തെ തെളിയിച്ച് ആ അതിനുള്ള ഉന്നതമായ കർമ്മങ്ങളിലൂടെ അവനെ വഴി നടത്തി പരമാനന്ദം ഈ ലോകത്തിൽ വെച്ച് അനുഭവിച്ച് പരമാത്മാവോട് ചേർന്ന് ആ യഥാർത്ഥത്തിൽ ലയിക്കുവാൻ തക്കവിധം ഒരു ഉന്നതമായ ആദർശത്തെ ലോകത്തിൽ സ്ഥാപിക്കുവാനാണ് ദൈവം ലോകത്തിൽ വന്നിരിക്കുന്നത്. ആ ആദർശത്തിന്റെ പേര് ആത്മബോധോദയ സംഘം എന്നാണ്. ആത്മാവിൽ ബോധം ഉദിപ്പിക്കുവാനുള്ള സംഘമാണ്. ആ ബോധമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ തമ്മിൽ ഭേദബുദ്ധി പറഞ്ഞ് അന്യമായി പോകുന്നത്. ആ അന്യവിചാരങ്ങൾ വർദ്ധിച്ച് അക്രമങ്ങളിലേക്ക് പോകുന്നത്. ഈ അധർമ്മങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാൻ, അക്രമങ്ങൾ മുഴുവൻ ഒഴിവാക്കുവാൻ, ഏകപിതാവിന്റെ സന്താനങ്ങളാണെന്നുള്ള ഏകബോധത്തിൽ എത്തിക്കുവാൻ പരമാത്മാവ് തന്നെ പാരിടത്തിൽ വന്നിരിക്കുകയാണ്. അവതാരമായി ഗുരു അവതാരമായി അവതാരമായി ഗുരു അവതാരമായി കലിയുഗേ ഖഡ്ഗിയായി കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി വെള്ള കുതിരപ്പുറത്ത് ആ വാളുമായിട്ട് ഖഡ്ഗി അവതരിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് പലരും. ആ അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്നും പറയുന്നുണ്ട്. ആ ചില ആളുകൾ തലപ്പാവും ഒക്കെ കെട്ടി വെള്ള കുതിരയെ വാങ്ങിച്ച് അതിന്റെ പുറത്ത് വാളും ഒക്കെ ആയിട്ട് ഖഡ്ഗിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആ വാളുകൊണ്ട് ഈ അജ്ഞാനം മുറിയുകയില്ല. ആ അജ്ഞാനം മുറിക്കണമെങ്കിൽ യഥാർത്ഥമായ ജ്ഞാനായുധം തന്നെ വേണം. അങ്ങനെ അജ്ഞാനം സംഹരിക്കാനുള്ള നിഷ്കളങ്കായുധത്തെ ആത്മാവിൽ പ്രത്യക്ഷീകരിക്കുവാനാണ് പ്രത്യക്ഷമായി വന്ന് വാഴുന്നത്. ആ പ്രത്യക്ഷമായി അവതാരമായി വന്ന് വാഴുന്നത് അജ്ഞാന സംഹാരത്തിന് വേണ്ടിയാണ്. മുന്നവതാര കാലത്തൊക്കെ അജ്ഞാനികളെ സംഹരിച്ചിരുന്നു ലോകരക്ഷാർത്ഥം. കാരണം അതിനൊരു നിയമം ഉണ്ടായിരുന്നു. കലിയുഗത്തിൽ എത്തുമ്പോൾ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാവുന്ന ഒരു നിയമം അന്നുണ്ടായിരുന്നു. ഇവിടെ അജ്ഞാനികളെ സംഹരിക്കുവാനല്ല, അവനിലുള്ള അജ്ഞാനത്തെ സംഹരിക്കുവാനാണ്. ആ അജ്ഞാനത്തെ സംഹരിക്കുവാൻ ആ തന്റെ നിഷ്കളങ്ക ഹൃദയത്തെ തുറന്ന് പ്രകാശിപ്പിക്കുകയാണ്. ആ നിഷ്കളങ്ക ജ്ഞാനത്തെ സ്വീകരിക്കുന്നവർക്ക് അജ്ഞാനം അറ്റുപോകുന്നു. നിഷ്കളങ്കാഭ ആത്മാവിൽ പ്രത്യക്ഷീകരിക്കുന്നു. ആ നിഷ്കളങ്കാഭയാണ് ശുഭാനന്ദ പ്രഭ. ആ അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് വൈഷ്ണവ പ്രഭാകര ആത്മലോകനാഥനേ ആത്മലോകമാ
സകലം ശോഭിക്കുന്ന രൂപമേ വൈഷ്ണവ പ്രഭാകര പ്രഭ എന്ന് പറയുന്നത് ശുഭാനന്ദ പ്രഭയാണ്. അതിനെ വൈഷ്ണവ പ്രഭ എന്ന് പറയാം, ശൈവ തേജസ് എന്ന് പറയാം, ബ്രഹ്മ തേജസ് എന്ന് പറയാം. ഏത് പേരിട്ട് വിളിച്ചാലും ചൈതന്യം ഒന്നേ ഉള്ളൂ, ശക്തി ഒന്നേ ഉള്ളൂ, ജ്ഞാനം ഒന്നേ ഉള്ളൂ, അറിവ് ഒന്നേ ഉള്ളൂ, ആദർശം ഒന്നേ ഉള്ളൂ. ആ ഒരേ ഒരു ആദർശം, ആ ശുഭാനന്ദ ആദർശം ലോകത്തിൽ സ്ഥാപിച്ചു ആത്മലോക രക്ഷ ചെയ്തിടുവാൻ. 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 അജ്ഞാനത്താൽ ഓരോ ആത്മാവിലും വന്ന മാലിന്യമാകെ തുടച്ചു നീക്കാൻ. 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 വിജ്ഞാന സൂര്യനാം സദ്ഗുരുവാണല്ലോ ആദർശ ലോകത്തിൽ സ്ഥാപിച്ചത്. ആദർശം സ്വീകരിച്ച ആദർശ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുന്ന ആത്മാക്കളിൽ ആദർശം സ്വീകരിച്ച ആദർശ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുന്ന ആത്മാക്കളിൽ ആദർശം സ്വീകരിച്ച ആദർശ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുന്ന ആത്മാക്കളിൽ അജ്ഞാനമറ്റുപോയ ആത്മാവിങ്കലുള്ള ആനന്ദം തന്നെ അനുഭവിക്കാം. ആനന്ദം തന്നെ അനുഭവിക്കാം. അജ്ഞാനം അറ്റുപോയ ആത്മാവിങ്കലുള്ള ആനന്ദം തന്നെ അനുഭവിക്കാം. അജ്ഞാനമറ്റുപോയ ആത്മാവിങ്കലുള്ള ആനന്ദം തന്നെ അനുഭവിക്കാം. അജ്ഞാനമറ്റുപോയ ആത്മാവിങ്കലുള്ള ആനന്ദം തന്നെ അനുഭവിക്കാം. ആനന്ദത്തിൽ നിന്നങ്ങുണ്ടായ ആത്മാവ് ആനന്ദത്തിൽ തന്നെ ചേർന്നിടണമോ. ആനന്ദത്തിൽ നിന്നങ്ങുണ്ടായ ആത്മാവ് ആനന്ദത്തിൽ തന്നെ ചേർന്നിടണമോ. ആനന്ദത്തിൽ നിന്നങ്ങുണ്ടായ ആത്മാവ് ആനന്ദത്തിൽ തന്നെ ചേർന്നിടണമോ. വിജ്ഞാന സൂര്യനാൽ ബന്ധിച്ചു വിജ്ഞാന സൂര്യനെ ബന്ധിച്ചു കർമ്മിച്ചു ആനന്ദത്തിൽ ചെന്നു ചേർന്നുകൊള്ളുക. വിജ്ഞാന സൂര്യനെ ബന്ധിച്ചു കർമ്മിച്ചു ആനന്ദത്തിൽ ചെന്നു ചേർന്നുകൊള്ളുക. വിജ്ഞാന സൂര്യനെ ബന്ധിച്ചു കർമ്മിച്ചു ആനന്ദത്തിൽ ചെന്നു ചേർന്നുകൊള്ളുക. ഓരോ ആത്മാവ്
കൊണ്ടുവന്ന് എത്തിക്കുവാനാണ് ശുഭാനന്ദ ആദർശം സ്ഥാപിച്ച് മഹാശക്തി വാഴുന്നത്. ഓരോ ആത്മാവിനെ ആനന്ദത്തിൽ കൊണ്ട് എത്തിക്കുവാനാണ് ശുഭാനന്ദ ആദർശത്തെ സ്ഥാപിച്ച് മഹാശക്തി വാഴുന്നത്. എന്നാൽ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ആനന്ദം വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ചില ശ്രമങ്ങൾ അഥവാ പരിശ്രമങ്ങൾ ചെയ്യാൻ ആരും അത്ര തയ്യാറല്ല. സ്വതവേ അതിന് തയ്യാറാവുകയില്ല. കാരണം ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉദരപൂരണമാണ്. ഇപ്പൊ ചില ആളുകൾ ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളിപ്പോ ഭക്ഷണം കിട്ടിയില്ലെന്ന് വിചാരിച്ച് അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ പറയും. പക്ഷേ ഒരു ദിവസം മുഴുവൻ കിട്ടാതിരുന്നാലോ ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അത് രണ്ടായാലോ ഓ തീർന്നു, എവിടെയെങ്കിലും വീണത് തന്നെ. ചിന്തിച്ചിട്ട് തന്നെ ചിലർക്ക് തല കറങ്ങുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഉദരപൂരണമാണ് പലരുടെയും പ്രധാന ലക്ഷ്യം. നമ്മൾ ഒരിടത്ത് താമസിച്ചിരുന്ന ആളുകൾ പലയിടത്തേക്ക് മാറിപ്പോയത് ആ ഒറ്റ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. രാജ്യങ്ങൾ തോറും നമ്മൾ സഞ്ചരിക്കുവാൻ ഇടയായത് ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. കാരണം നമ്മുടെ വിശപ്പ് അതുപോലെയാണ്. മനുഷ്യന്റെ വിശപ്പ് അത് ഏത് ജീവജാലങ്ങൾക്കായാലും വിശപ്പ് സഹിക്കാൻ പറ്റുകയില്ല. അപ്പോഴാണല്ലോ ഇപ്പൊ മൃഗങ്ങളായാലും കൈ കിട്ടുന്നതിനെയൊക്കെ കടിച്ചു പറിച്ച് തിന്നുന്നത് ഈ വിശപ്പ് വരുമ്പോഴാണ്. ആ വിശപ്പെന്ന ആ ചിന്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ മനുഷ്യനിൽ അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ നിലനിർത്തിയിരിക്കുന്ന അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. അങ്ങനെ ഒരു ചിന്ത തോന്നിയില്ലെങ്കിൽ, ആ അനുഭവം ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തോന്നുകയില്ല. അവിചാരിതമായ ചില അവസ്ഥകളോ രോഗങ്ങളോ ഒക്കെ വരുമ്പോ ചില ആളുകൾ പറയാറുണ്ട്, വളരെ വേവലാതിയോടുകൂടി പറയാറുണ്ട്, എനിക്ക് 2-3 ദിവസമായിട്ട് വിശപ്പില്ല. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ക്രമമായി നടന്നു പോകുമ്പോ ഇതിന്റെ ഒന്നും ഗുണം അറിയുന്നില്ല. ഒരു ദിവസം ഒന്ന് മുടക്കം വരുമ്പോഴാണ് അതിന്റെ വെപ്രാളം. കാരണം വിശപ്പ് തോന്നിയില്ല ആഹാരം കഴിക്കാൻ പറ്റുകയില്ല. ആഹാരം കഴിച്ചില്ലെങ്കിൽ ക്ഷീണം ഉണ്ടാകും. അത് പലവിധ രോഗങ്ങൾക്ക് കാരണമുണ്ടാകും. എന്നാൽ കൂടുതൽ കഴിച്ചാലും രോഗമുണ്ടാകും. എല്ലാം അതിന്റെ ക്രമമായിട്ട് പോകുമ്പോഴാണ് ആരോഗ്യമായ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഈശ്വരൻ അനുവദിച്ചു തന്നിരിക്കുന്ന ഈ നിയമ ജീവിതത്തിൽ നമ്മൾ ഉദരപൂർണത്തിന് വേണ്ടി കാര്യമായ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് ജീവിതം ചെയ്യുമ്പോൾ ഉള്ളിൽ ഇതിനെല്ലാം ഉടമസ്ഥനായി നിൽക്കുന്ന ഒരു ആത്മാവുണ്ടെന്ന് ആരും അധികം ചിന്തിക്കാറില്ല. കാരണം ശരീരത്തിന്റെ ഓരോ ചിന്തകളും അതിന്റെ ഓരോ വിചാര വികാരങ്ങളും ആത്മാവെന്ന ആ ശാശ്വത വസ്തു അതിനുള്ളിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ എല്ലാവർക്കും തോന്നുകയില്ല. അങ്ങനെ ചിന്തിക്കുകയില്ല. കാരണം ആത്മാവ് സൂക്ഷ്മാവസ്ഥയിലാണ്. ആ സൂക്ഷ്മജ്ഞാനങ്ങൾ ഗ്രഹിച്ച് ആ നിലയിൽ ജീവിക്കുന്നവർക്ക് അതിനെ കാണുവാനും അറിയുവാനും കൈകാര്യം ചെയ്യാനും കഴിയുള്ളൂ. കൈകാര്യം ചെയ്യാനും പറ്റും. ആത്മാവിനെ നിയന്ത്രിച്ച് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പറ്റും. അത് വലിയ യോഗീശ്വരന്മാർക്കൊക്കെയാണ് അതിനുള്ള പ്രാപ്തി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പരിശീലനം സിദ്ധിച്ച അനേകം ആളുകൾ ലോകത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതിനും പരിശ്രമിക്കുന്നവരില്ല. അപ്പോ നമുക്ക് ഈ ആത്മാവിന്റെ അവസ്ഥ വ്യവസ്ഥകളെ പ്രത്യേകമായി ഒന്ന് ചിന്തിച്ച് അതിനെ കരുതിക്കൊണ്ട് ജീവിക്കണമെന്ന് പ്രത്യേകമായി അറിയിച്ചാൽ അത് പൂർണ്ണമായി സ്വീകരിക്കാനും നടപ്പാക്കാനും സാധാരണ ജനങ്ങളെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ ആത്മബോധ സ്വരൂപനാകുന്ന ജഗദീശ്വരൻ കൊണ്ടുവന്ന് ഇവിടെ വിളംബരം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ നിയമം ഉന്നതമായ മഹാഭാഗ്യത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാവിന്റെ ഔന്നത്യത്തിലേക്ക് ആത്മാവിനെ എത്തിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആദർശത്തിന്റെ പ്രത്യേകത. ഈ
ലോകജീവിതം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആത്മീയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ നിയമം പാലിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. കൃത്യമായി നിയമം പാലിക്കുന്നവർക്ക് ആത്മീയമായ ഔന്നത്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലോകകാര്യങ്ങളിലെല്ലാം അവരുണ്ടാകും. എന്നാൽ ആത്മാവിന്റെ വളർച്ച ആത്മാവിൽ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ആത്മനാഥൻ ഈ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ആദർശത്തിന്റെ പ്രത്യേകത. ആത്മാവ് വളരുന്നത് എന്തുകൊണ്ടാണ്? വളരുന്നത് അറിവ് കൊണ്ട്, ഉയരുന്നതോ ആത്മാവിന്റെ വളർച്ച. ആത്മാവ് വളരുകയുള്ളൂ. സൽക്കർമ്മം കൊണ്ട് മാത്രമേ ആത്മാവ് ഉയരുകയുള്ളൂ. ഇത് കൃത്യമായി അറിയാവുന്ന ഗുരു അത് രണ്ടും ചേർത്തൊരു ആദർശമാണ് ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ സത്യം കേൾക്കണമെന്ന് പറയും. അത് സമ്പൂർണമായ അറിവാണ് അപ്പോൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. അതിനെ രൂപപ്പെടുത്തി നിങ്ങളുടെ ആത്മാവിന്റെ രൂപമാക്കി തീർക്കുവാൻ തക്കവിധം ഈ സത്യം കേട്ട നിമിഷം മുതൽ നിങ്ങൾ ജീവിക്കേണ്ടുന്ന ജീവിത രീതി, അതിന്റെ ചിട്ടകൾ, അതിനെ മുഴുവൻ പ്രതിപാദിക്കുന്ന ഒരു ചെറിയ പുസ്തകം നിങ്ങളുടെ കയ്യിലേക്ക് തരും. അത് മുഴുവൻ വായിച്ചിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി കണ്ടാക്കുള്ളൂ. ഓർത്തോർത്താ പലരും പൊക്കുന്നത്. പൊക്കിയില്ല നാണക്കേടല്ലോ എന്ന് വിചാരിച്ച് അല്ലേ? നിയമപുസ്തകം എന്ന് പറഞ്ഞ പുസ്തകം കണ്ടിട്ടുള്ളവരെന്ന് കൈ പൊക്കി. ഓ അതിൽ കണ്ടിട്ടുണ്ട് എല്ലാവരും, വായിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അല്ലേ? പിന്നെ എന്തിനാ ഇത് വാങ്ങിച്ചോണ്ട് പോയത്? ഓ അതിപ്പോൾ 10 രൂപയല്ലേ ഉള്ളൂ, അതവിടെ അവിടെ കണ്ട് കിടപ്പുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കീർത്തന പുസ്തകത്തിൻ്റെ ഏറ്റവും അടിയിൽ കേടാവാതെ വെച്ചേക്കുക. എന്തിനുള്ളതാ അത്? എന്തിനാ നിയമപുസ്തകം?
അത് സത്യം കേൾപ്പിക്കുമ്പോൾ തരുന്നതാ ഒരു പുസ്തകം അല്ലേ? അതാണോ? നമ്മൾ സത്യം കേട്ട നിമിഷം മുതൽ ഒരു ആത്മാവ് ലോകത്തിൽ പാലിക്കേണ്ട നിയമങ്ങളാണ് അതിൽ ഉള്ളടക്കമാക്കിയിരിക്കുന്നത്. എത്രത്തോളം ആ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചും ആത്മലോകത്തിന് പാലിക്കത്തക്ക വിധത്തിൽ അതിനെ ലഘൂകരിച്ചും ആ ഉള്ളടക്കമാക്കി വെച്ചിരിക്കുന്ന അതിന്റെ നിയമങ്ങൾ, അതിന്റെ മഹാതത്വങ്ങൾ ആ പരിപൂർണമായും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ആത്മബോധോദയ സംഘാംഗങ്ങളുടെ കർത്തവ്യമാണ്. അതിനകത്ത് 15-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക നിയമമുണ്ട്. ഏതാണ് ആ നിയമം? എത്ര പേർക്കറിയാം? കൈബുക്ക് എന്തുവാ? 12 വെള്ളിയാഴ്ച വ്രതം 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം വാഴട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം വാഴട്ടെ. ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ. ആപത്തൊന്നും കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ. ആപത്തൊന്നും കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ. ഉന്നതനാകുന്ന ദൈവം, സർവശക്തനാകുന്ന ദൈവം, സർവദോഷങ്ങളും തീർക്കുന്ന ദൈവം ലോകത്തിൽ ശാന്തിയായി വാഴണമേ എന്ന സങ്കല്പത്തോടുകൂടി ആത്മബോധോദയ സംഘാംഗങ്ങളായിരിക്കുന്ന ഭക്തലോകം ആ എടുക്കുന്ന ഏറ്റവും പരമോന്നതമായ ഒരു വ്രതമാണ് 12 വെള്ളിയാഴ്ച. ആ 12 വെള്ളിയാഴ്ച വ്രതം ഈ വരുന്ന മാസം 10-ാം തീയതി വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. ഉന്നതമായ നിലയിൽ ആ വ്രതം എടുക്കണമെന്ന്, എന്റെ ഗുരുവിന്റെ അറിവിനെ പാലിക്കണമെന്ന്, എന്റെ ദോഷങ്ങളെ തീർക്കണമെന്ന്, എന്റെ ഗുരുനാഥൻ ലോകത്തിൽ വാഴണമെന്ന് ആഗ്രഹമുള്ളവർ, തീരുമാനമുള്ളവർ ഒന്ന് കൈയടിച്ചു കേട്ടാൽ കൊള്ളാം. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ. ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം വാഴട്ടെ. ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ. ആപത്തൊന്നും കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ, ആപത്തൊന്നും കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ. ഉന്നതനാകുന്ന ദൈവം
ലോകത്തിൽ വാഴേണ്ടത് ഭക്തലോകത്തിന്റെ ആവശ്യമാണ്. ലോകത്തിൽ വാഴേണ്ടത് ഭക്തലോകത്തിന്റെ ആവശ്യമാണ്. അതെന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ആനന്ദമാത്മാവിൽ അനുഭവിക്കുവാൻ വേണ്ടിയാണ്. ആനന്ദമാത്മാവിൽ അനുഭവിക്കാൻ. ഇപ്പൊ ആനന്ദസ്വരൂപനാകുന്ന ഈശ്വരൻ ലോകത്തിൽ ഉണ്ടെങ്കിലേ ആത്മലോകത്തിന് ആനന്ദം ഉണ്ടാവുകയുള്ളൂ. ആനന്ദസ്വരൂപനാകുന്ന ഈശ്വരൻ ലോകത്തിൽ ഉണ്ടെങ്കിലേ ആത്മലോകത്തിന് ആനന്ദം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ആനന്ദ ലോകത്തിൽ സ്ഥിരമായി ഉണ്ടാകണമെങ്കിൽ, ആനന്ദലോകത്തിൽ സ്ഥിരമായി ഉണ്ടാകണമെങ്കിൽ, ആ ആനന്ദിക്കുന്ന വസ്തു പ്രധാനമായി ലോകത്തിൽ ഉണ്ടാവണം. ആനന്ദിക്കുന്ന വസ്തു പ്രധാനമായി ലോകത്തിൽ. ആനന്ദിക്കുന്ന യഥാർത്ഥ വസ്തു ഏതാണ്? ആനന്ദിക്കുന്ന യഥാർത്ഥ വസ്തു അത് പരമോന്നതനാകുന്ന പരമഗുരുവാണ്. അത് പരമോന്നതനായ പരമഗുരു. തന്നിൽ നിന്ന് ഉദിച്ചുയർന്നു വന്നതായതുകൊണ്ടാണ് ആത്മാവിലേക്കും ആനന്ദം സ്വീകരിക്കപ്പെടുന്നത്. തന്നിൽ നിന്ന് ഉദിച്ചുയർന്നു വന്നതായതുകൊണ്ടാണ് ആത്മാവിലേക്കും ആനന്ദം സ്വീകരിക്കപ്പെടുന്നത്. അത് ആവിർഭവിച്ച സമയത്ത് ആനന്ദമായിരുന്നു. അത് ആവിർഭവിച്ച സമയത്ത് ആനന്ദം. മനുഷ്യരീരത്തോട് ബന്ധിച്ചുള്ള കർമ്മങ്ങളിൽ പെട്ടപ്പോൾ ആനന്ദം നഷ്ടപ്പെട്ടു പോയതാണ്. മനുഷ്യരീരത്തോട് ബന്ധിച്ചുള്ള കർമ്മങ്ങളിൽ പെട്ടപ്പോൾ ആനന്ദം നഷ്ടപ്പെട്ടു. അതേ മനുഷ്യരീരത്തിനുള്ളിൽ വെച്ച് അതേ ആത്മാവിനെ പരിപൂർണാനന്ദത്തിൽ എത്തിക്കുവാൻ വേണ്ടി പരമഗുരുവിനാൽ അവതരിപ്പിക്കപ്പെട്ട നിയമമാണ് 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ. ആ പരമോന്നതനാകുന്ന പരമഗുരു തന്നെ ലോകമുള്ള നാൾ വരെ നടത്തുവാൻ തീരുമാനിച്ച് ലോകത്തിലുണ്ട്. അപ്പൊ ഇത് കാണണമെങ്കിൽ ഒരു കാഴ്ച ഉണ്ടാവണം, അറിയണമെങ്കിൽ ഒരു അറിവുണ്ടാകണം, അനുഭവമാകണമെങ്കിൽ ഗുരുവിനാൽ രൂപീകരിക്കപ്പെട്ട ഹൃദയം ഉണ്ടാകണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആത്മലോകം ഈ വ്രതം അനുഷ്ഠിക്കണം. ഭഗവാൻ വന്നത് വാഴാൻ തന്നെയാണ്, പോകാനല്ല. അത് ലോകാന്ത്യം വരെ വാഴുകയും ചെയ്യും. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ, നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് അനുഭവമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സത്യധർമ്മം പുലർത്തി ഈ വ്രതം അനുഷ്ഠിച്ച് പൂർത്തീകരിക്കണം. അതിന് പ്രത്യേക ചിട്ടകളോടുകൂടി ഈ കാര്യങ്ങളെല്ലാം വ്യവസ്ഥപ്പെടുത്തിയാണ് നിയമപുസ്തകത്തിൽ അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത് വായിച്ചിട്ടും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് അറിവുള്ള ആളുകളോട് അതിന്റെ വിശദമായ വിവരം ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായി അതിനെ അനുഷ്ഠിച്ച് 12 വെള്ളിയാഴ്ചകളിലായി കൃത്യമായി അനുഷ്ഠിച്ച് അതിന്റെ ആ വ്രതം സമാപിക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് തീർത്ഥാടനത്തോടു കൂടിയാണ്. അപ്പൊ അതിന് ഇരുമുടിക്കെട്ടുകളും നേർച്ച കാഴ്ചകളും ദക്ഷിണയും ഒക്കെയായി ആ വ്രതം വിടുതൽ ചെയ്യുക എന്ന് പറയും, വ്രതം വീടുക എന്ന് പറയും. ആ അതിനുവേണ്ടി സന്നിധാനത്തിലെത്തി ഇതെല്ലാം സമർപ്പിച്ച് സർവദോഷങ്ങളും തീർത്തടിയങ്ങളെ രക്ഷിക്കണമേ, അടിയങ്ങളെ രക്ഷിക്കുവാൻ അടിയങ്ങളുടെ ഉടമസ്ഥൻ ലോകത്തിൽ വാഴണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ മഹാശക്തി നിങ്ങളെല്ലാം ദർശിക്കും, നിങ്ങളെല്ലാം അനുഗ്രഹിക്കും, ആനന്ദിപ്പിക്കും. അപ്രകാരം 12 വെള്ളിയാഴ്ച വ്രതമനുഷ്ഠിച്ച് തീർത്ഥാടകരായി എത്തിച്ചേർന്ന് ആനന്ദം അനുഭവപ്പെട്ട് ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കണ്ടാക്കും, ഒന്ന് കൈ അടിച്ചു കേട്ടാ. ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആപത്തൊന്നും കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ. ആപത്തനർത്ഥങ്ങൾ കൂടാതെ, ദുഃഖദുരിതങ്ങൾ കൂടാതെ, രോഗപീഠകൾ കൂടാതെ എന്നും സന്തോഷമായി ജീവിതം ചെയ്ത് ആനന്ദത്തിൽ ചെന്ന് ചേരുവാൻ മഹാശക്തി നിങ്ങളിൽ മനഃശക്തിയായി വാഴുമാറാകട്ടെ. ഉന്നതമായി 12 വെള്ളിയാഴ്ച വ്രതവും അതിന്റെ സമാപനമായ തീർത്ഥാടനവും മഹാശക്തി കൂട്ടായി നിന്ന് നിങ്ങൾക്ക് നടത്തി തരുമാറാകട്ടെ. അതിന്റെ ഉന്നതമായ സുഗമമായ ആനന്ദപ്രദമായ നടത്തിപ്പിന് വേണ്ടി ഉന്നതമായ ഒരു സങ്കല്പ പ്രാർത്ഥന കൂടി അനുവദിച്ചു തന്നിട്ടുണ്ട്. അത് ഈ ഒക്ടോബർ മാസം 3-ാം തീയതി വെള്ളിയാഴ്ചയാണ് അത് നടത്തുന്നത്. ആ വെള്ളിയാഴ്ച ദിനത്തിൽ ആശ്രമങ്ങളിലെല്ലാം പ്രഭാതം മുതൽ പിറ്റേന്ന് പ്രഭാതം വരെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ആശ്രമങ്ങളിൽ അതിനുള്ള എല്ലാ സൗകര്യവും ഇല്ലാത്ത ആശ്രമങ്ങളുണ്ട്.
ഇല്ലാത്ത ആശ്രമങ്ങളുണ്ട്. അങ്ങനെയുള്ളിടത്ത് രാത്രി 9 മണി വരെ മതിയാകും. അങ്ങനെയുള്ളിടത്ത് രാത്രി 9 മണി വരെ അതുപോലെ ആശ്രമമില്ലാത്ത ശാഖകളായി പ്രവർത്തിക്കുന്നവർക്ക് ആശ്രമമില്ലാത്ത ശാഖകളായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒത്തുകൂടി ഏതെങ്കിലും ഒരു ഭവനത്തിൽ പ്രഭാതം മുതൽ വൈകുന്നേരം 9 മണി വരെ പ്രാർത്ഥന നടത്തുക. വൈകുന്നേരം 9 മണി വരെ പ്രാർത്ഥന അപ്പൊ അതിന്റെ സങ്കല്പം എന്താണ്? അതിന്റെ സങ്കല്പം എന്താണ്? ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നും, ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം സഭകളിൽ നിന്നും, ഏതെല്ലാം സഭകളിൽ ഏതെല്ലാം ആശ്രമങ്ങളിൽ നിന്നും ഏതെല്ലാം നമ്മുടെ സന്താനങ്ങൾ തീർത്ഥാടകരായി സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുന്നുവോ ഭഗവത്സന്താനങ്ങൾ തീർത്ഥാടകരായി തിരുസന്നിധാനത്തിലേക്ക് അവരെല്ലാം സന്തോഷമായി വന്നു ചേരുവാൻ തക്ക വിധം അവരെല്ലാം സന്തോഷമായി വന്നു ചേരുവാൻ തക്കവിധം അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും അവരെയും അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും അവരെയും അവർ സഞ്ചരിക്കുന്ന വീഥികളെയും അവർ സഞ്ചരിക്കുന്ന വീഥികളെയും എല്ലാം മഹാശക്തിയും ദൂതന്മാരും കാവൽ ചെയ്ത് കാത്തുകൊള്ളണമേ. എല്ലാ മഹാശക്തി ദൂതന്മാരും കാവൽ ചെയ്ത് ഈ അനുഷ്ഠിക്കുന്ന വ്രതത്തിൽ ഒരു ഭംഗവും വരാതെ അടിയങ്ങൾക്ക് മനഃശക്തിയായി കൂട്ടായിരിക്കണമേ. ഈ അനുഷ്ഠിതത്തിൽ ആരും ഭംഗവും വരാതെ അടിയങ്ങൾക്ക് മനഃശക്തിയായി കൂട്ടായിരിക്കണേ എന്നുള്ള സങ്കല്പത്തോടുകൂടി എന്നുള്ള സങ്കല്പത്തോടെ മഹാശക്തി വാഴണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മഹാശക്തി വാഴണമേ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രത്യേക നിയമപ്രാർത്ഥന നിങ്ങൾ ഓരോരുത്തരും നടത്തുക. ആ പ്രത്യേക ദൈവപ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും നടത്തുക. ഒത്തുചേർന്നിരുന്ന് നടത്തുക. ഒത്തുചേർന്നിരുന്ന് മഹാശക്തിയെ സ്വീകരിക്കട്ടെ. മഹാശക്തിയെ ഉന്നതമായി നമ്മുടെ തീർത്ഥാടന മഹാമഹം നടത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആചാര്യസ്തുതി ചൊവ്വാഴ്ച പ്രഭാതം മുതൽ ഒരു പ്രത്യേക അനുഭൂതിയിലും ആനന്ദത്തിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടവേളകളിലൊക്കെ പലരും ഇവിടെ വന്നു ചേരുകയും ഇത് കണ്ട് തൊഴുതു പോവുകയും ഒക്കെ ചെയ്തു. പല വിധത്തിലുള്ള കാഴ്ച ദ്രവ്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. പൂജാസാധനങ്ങൾ കൊണ്ടുവന്നു, അതുപോലെ പുഷ്പങ്ങൾ കൊണ്ടുവന്നു, അതുപോലെ പലവിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഓരോരുത്തരും ദർശനം ചെയ്തു പോയി. അവരെല്ലാം മഹാശക്തി ഈ ആനന്ദം കൊടുത്താണ് അയച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആനന്ദം ലഭിക്കുന്നത്? ഇവിടെ ഇത് ആരംഭിച്ചപ്പോൾ മുതൽ ആനന്ദം അങ്ങനെ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. തുള്ളിക്കളിക്കുന്ന പരമാനന്ദ രൂപനെ കണ്ടുകൊണ്ട് എല്ലാവരും ആനന്ദിച്ചു പോയി. അതിന്റെ സമാപനമാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത്. ഈ സന്നിധാനത്തിലേക്ക് ഇന്ന് നിങ്ങൾ ഈ ആരാധനയ്ക്കായി വന്നപ്പോൾ എപ്പോൾ വരുമ്പോഴും സുഖവും സന്തോഷവും ആനന്ദവും ഒക്കെ നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരു ആനന്ദം ഇന്ന് അനുഭവമാകുന്നുണ്ട് എന്ന് അനുഭവപ്പെട്ട ആരെങ്കിലും ഉണ്ട് എന്ന് കൈ ഉയർത്തി കണ്ടാൽ സത്യമായും ബോധ്യപ്പെട്ടുള്ളവർക്ക് കൈയടിക്കാം. ആനന്ദം അനുഭവിച്ചു ശുഭാനന്ദ രൂപമെന്നകമേ കണ്ടു. ആത്മാനന്ദം ദാനം ചെയ്യുന്ന പരമഗുരു നെടുനാൾ ലോകത്തിൽ വാഴണമെന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്തുതി നടത്തിയത്. ആ ഉദ്ദേശത്തെ അറിഞ്ഞുകൊണ്ടാണ് എന്റെ സന്താനങ്ങൾ വിവിധ നേർച്ച കാഴ്ചകൾ ഇവിടെ കൊണ്ടുവന്ന് അർപ്പിച്ചത്. കാരണം ലോകത്തിൽ എവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞവർ ഈ കൂട്ടത്തിലുണ്ട്. ഒരുപാട് സുഖകർമ്മങ്ങൾ ചെയ്തവരുണ്ട്, ഒരുപാട് ക്ഷേത്ര ദർശനങ്ങൾ ചെയ്തവരുണ്ട്. അവിടെ എങ്ങും ലഭിക്കാത്ത ഒരു സുഖവും ആനന്ദവും ഈ സന്നിധാനത്തിൽ വന്ന് എന്നെ കണ്ടപ്പോൾ മുതൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരിപൂർണ ബോധ്യത്തിലാണ്. ലോകത്തിൽ
ഞാൻ ഉണ്ടായെങ്കിലേ ഇത് നിലനിൽക്കുകയുള്ളൂ എന്ന ചിന്ത ഉദിച്ചത്. ലോകത്തിൽ പോകാനുണ്ടെങ്കിലേ ഇത് നിലനിൽക്കുക എന്നുള്ള ചിന്ത ഉദിച്ചു. ആ ചിന്തയോടുകൂടിയാണ് ഈ നേർച്ച കാഴ്ചകളെല്ലാം കൊണ്ടുവന്ന് അർപ്പിച്ചത്. ആ ചിന്തയോടുകൂടിയാണ് ഈ നേർച്ച കാഴ്ചകളെല്ലാം അങ്ങനെ നിഷ്കളങ്ക ഭക്തിയോടുകൂടി നന്ദിയോടുകൂടി അർപ്പിച്ച എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുകയാണ്. വിവിധ വിധത്തിലുള്ള നേർച്ചകളാണ് അർപ്പിക്കപ്പെട്ടത്. അത് എന്തെല്ലാമെന്നിപ്പോൾ പറഞ്ഞു വിസ്തരിക്കാൻ കഴിയാത്ത വിധം ഓരോന്നോരോന്നും ഇവിടെ ഒരുക്കപ്പെടുകയായിരുന്നു. ആ ആചാര്യ പരമ്പരകൾക്ക് ഉപയോഗിക്കേണ്ട സാധന സാമഗ്രികൾ ഉൾപ്പെടെ, അവരുപയോഗിക്കുന്ന വസ്ത്രമായാലും മുദ്രമാലയായാലും ഭക്ഷണ സാധനങ്ങളായാലും എന്ന് വേണ്ട എന്തെല്ലാം ഇതിനാവശ്യമുണ്ടോ അതെല്ലാം ഓരോന്നോരോന്നായി ഇവിടെ ഭക്തജനങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു. അങ്ങനെ ഗുരുവിനോട് സ്നേഹവും ബന്ധവുമുള്ള എന്റെ ആത്മമിത്രങ്ങളെ, നിങ്ങളുടെ നേർച്ചകളെല്ലാം ഞാനിത് സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയോടെയുള്ള പ്രാർത്ഥന ഞാനിത് സ്വീകരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വാഴുമാറാകട്ടെ, നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വാഴുമാറാകട്ടെ, ആത്മനാഥൻ നെടുനാൾ വാഴുമാറാകട്ടെ, സർവശക്തി നെടുനാൾ വാഴുമാറാകട്ടെ, ആനന്ദ നമോശക്തി ദീർഘകാലം വാഴുമാറാകട്ടെ. നിങ്ങളെ കാണുവാൻ, നിങ്ങൾക്ക് കാണുവാൻ ഈ ലോകത്തിൽ പരാശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ. ഓ പ്രത്യക്ഷ രക്ഷകനാകുന്ന ഉടമസ്ഥൻ ആ നിയമിച്ചു തന്നിരിക്കുന്ന നിയമങ്ങളെ കൃത്യവും സത്യവുമായി പരിപാലിക്കുന്നതും ആ നിഷ്കളങ്ക ഭക്തിയുടെ പ്രത്യേകതയാണ്. അതിനൊരു വീഴ്ച വരുത്താതെ അറിയിച്ചിരിക്കുന്ന അറിവിൻ പ്രകാരം ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. അപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന ഈ കർമ്മങ്ങൾക്കെല്ലാം 10 മടങ്ങ് ഫലമുണ്ടാകുന്നത്. എന്തെങ്കിലും നേർച്ച കൊണ്ട് അർപ്പിക്കുന്ന മാത്രം പോരാ, ഹൃദയം കൂടി ആ കരുതലോടുകൂടി നിലനിർത്തണം. ഞാൻ എന്റെ ഗുരുവിന്റെ മുന്നിൽ നേർച്ചയായി പറഞ്ഞതാണ്. ഒരിക്കലും അതിൽ നിന്നൊരു അഴിവ് വന്നുകൂടാ, അതിനുള്ളിലേക്ക് മറ്റൊരാളിനും അവകാശം കൊടുത്തുകൂടാ, അതിന് മറ്റൊരാളിനെയും കരുതി ഞാൻ ജീവിച്ചുകൂടാ. എനിക്ക് എന്റെ ഗുരുവല്ലാതെ വേറെ ഒന്നുമില്ല, ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ, ഞാനായിട്ടൊന്നുമില്ലേ, ഭഗവാനല്ലാതെ ഒന്നും എനിക്കായി കാണുന്നില്ലേ. എപ്പോഴും ആ ചിന്തയോടുകൂടി ജീവിതം ചെയ്യുവാൻ മഹാശക്തി നിങ്ങളിൽ മനഃശക്തിയായി വാഴുമാറാകട്ടെ. മനഃശക്തി ഇല്ലാതെ ഈ കർമ്മങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. അപ്പൊ മനഃശക്തി വർദ്ധിപ്പിക്കുവാനാണ് നമ്മൾ നിയമം പാലിക്കുന്നത്. അപ്പൊ നിയമം പാലിക്കണമെങ്കിൽ മനഃശക്തി വേണം, മനഃശക്തി വർദ്ധിക്കണമെങ്കിൽ നിയമം പാലിക്കണം. ഇത് രണ്ടും അങ്ങനെ സംയോജിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് നിയമം പാലിച്ചുകൊണ്ട് മനഃശക്തി വർദ്ധിപ്പിച്ച് ആത്മശുദ്ധി വർദ്ധിപ്പിച്ച് ആത്മാനന്ദം അനുഭവിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഈ ആചാര്യ പരമ്പരകൾ ഒരാളെ മാത്രം ഇവിടെ ഇരുത്തി സ്തുതി നടത്തിക്കൊണ്ട് ഞാൻ എല്ലാവരോടും ഒപ്പം നമ്മുടെ ആത്മദീപവും 26 പേരും ചേർന്ന് നമ്മുടെ മഹാഗോപുരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് നിന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചു. കാരണം ഇത്ര സവിശേഷമായ ഒരു കർമ്മം നടക്കുമ്പോ ആ മഹാസൗധത്തിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കടമയുണ്ട്. അവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവിടെ പോകാനോ അവിടെ പ്രാർത്ഥിക്കാനോ ആ സമയത്ത് നിയമമില്ല. അപ്പൊ അതിനാണ് ഞാൻ കൂടി അവരുടെ കൂടെ പോയത്. അപ്പൊ അത് നിയമലംഘനമാകുന്നില്ല. എന്റെ അനുവാദത്തോടു കൂടി ഇത് ചെയ്യുമ്പോൾ അത് നിയമത്തിന് ലംഘനമല്ല. അങ്ങനെ അവിടെ പോയി ഇന്ന് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? പൂർണ്ണരൂപ 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 ദൈവമേ, പൂർണ്ണരൂപ ദിവ്യമായ ഗോപുരത്തെ പൂർണ്ണമാക്കി നൽകണേ. പൂർണ്ണരൂപ 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 ദൈവമേ,
പൂർത്തിയായി വിളിക്കുന്നേ, പൂർത്തിയായി പൂർത്തിയായി കണ്ടിടുവാൻ ആർത്തി തീർത്തു പൂർത്തിയാക്കി ദാനമായി നൽകണേ. ആത്മദീപമെന്ന ജ്ഞാനഹൃദയം അതു കരുതണേ. ആത്മദീപമെന്ന ജ്ഞാനഹൃദയം അതു കരുതണേ. ആനന്ദമദീപമായി പൊന്നുമാകെ ചേർക്കണേ. ആനന്ദമദീപമായി പൂർണ്ണരൂപ പൂർണ്ണരൂപ ദിവ്യമായ ഗോപുരത്തെ പൂർത്തിയാക്കി നൽകണേ. ആ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ചേർന്ന് നിന്ന് അവിടെ പ്രാർത്ഥിച്ചു. വീണ്ടും തുടർന്ന് സ്തുതി നടത്തി. അപ്പോ എല്ലായിടത്തും ആ ആനന്ദത്തിന്റെ അലയൊലികളാണ്. ആ ആനന്ദത്തെ അവിടെയും കൊണ്ടുവന്ന് ചേർക്കുകയാണ്. അങ്ങനെ ചേർത്ത് നിർത്തി അങ്ങനെ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണ്. കാരണം ആത്മലോകത്തിന്റെ പ്രാർത്ഥനകൾ അതിലേക്കായി സ്വീകരിക്കുന്നുണ്ട്. ഈ പ്രത്യേക നിഷ്ഠയോടുകൂടി നടത്തുന്ന യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ആചാര്യന്മാരും അതിനുള്ളിൽ ഇരുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഗൗരവത്തിന്റെ കാര്യവും പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ എത്തി, അവരുടെ സാന്നിധ്യം അവിടെ എത്തിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുവാനാണ് അവിടെ കൊണ്ടുപോയത്. കാരണം ഇതെല്ലാം അതിന്റെ അവസ്ഥാന്തരങ്ങൾ കൃത്യമായി ബോധ്യമുള്ളവർക്ക് ബോധ്യപ്പെടും. കാരണം ഗുരുവിനെ കാണാൻ എല്ലായിടത്തും സാധിക്കും. എങ്ങനെയുള്ളവർക്ക്? ആ കാഴ്ചയുള്ളവർക്ക്. അല്ലാതുള്ളവർ എന്ത് ചെയ്യണം? വന്നു കാണുക തന്നെ വേണം. വന്നു കണ്ടാൽ എന്താ ലഭിക്കുന്നത്? ആന്തരികമായ കാഴ്ച ലഭിക്കുവാനുള്ള മരുന്നാണ് ലഭിക്കുന്നത്. അത് പഥ്യം വെച്ച് സേവിച്ചാൽ ആ മരുന്ന് കൊണ്ട് പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ആത്മതിളക്കം ഉണ്ടാകും. ഓരോ ആത്മാവും ആത്മദീപങ്ങളായി മാറും. ആ പ്രകാശത്തിലാണ് ഗുരുവിനെ കാണുന്നത്. എന്നതുപോലെ ആ തിളക്കം, ആ ചൈതന്യം എല്ലായിടത്തും പ്രസരിപ്പിക്കുവാൻ വേണ്ടി ഈ വിധ കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇന്ന് അതിന്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമാപന ദിനത്തിലും നമുക്ക് ഒത്തുചേർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം, എത്രയും വേഗം മഹാഗോപുരം പൂർത്തീകരിക്കപ്പെടും. അതിന്റെ അതിശയം, അത്ഭുതം, ആനന്ദം അനുഭവിക്കുവാൻ ആത്മലോകമിത ആർത്തിപ്പെട്ടുകൊണ്ട് കഴിയുകയാണ്. ആർത്തിപ്പെട്ട് കാത്തിരിക്കുകയാണ്. ആ ആർത്തിയെ തീർത്ത് ആത്മലോകത്തിന് ഇത് അനുഭവമാക്കുവാൻ മഹാശക്തി ഇത് പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ഉന്നതമായതിന്റെ കർമ്മങ്ങൾ, സവിശേഷമായതിന്റെ അനുഭവസ്ഥതകൾ അതെല്ലാം അതിലേക്ക് ഉൾപ്പെടുത്തുവാൻ വേണ്ടി വിവിധ വിധത്തിലുള്ള പ്രാർത്ഥനകളും നേർച്ചകളും സങ്കല്പങ്ങളും എല്ലാം അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമപ്രധാനമായ അതിന്റെ മഹാദർശനമുദ്ര പ്രതിഷ്ഠിച്ചത് ആ 100ാമത് ഉത്രാടം ജന്മനക്ഷത്ര ദിനത്തിലായിരുന്നു. അപ്പൊ ആ ജന്മനക്ഷത്ര ശതാബ്ദി മഹാഗോപുരത്തിന്റെ ഭാഗമായി മാറി. ഇങ്ങനെ എന്തെല്ലാം സവിശേഷമായ ദിനങ്ങളും അതിന്റെ കർമ്മങ്ങളും അതിന്റെ കർമ്മഫലങ്ങളും ആ
അതിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് മഹാഗോപുരം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? ലോകാന്ത്യം വരെ അതിവിടെ ഉണ്ടായേ മതിയാവൂ. ജഡവസ്തുക്കൾക്ക് അഴിവുള്ളതാണ്, ഉണ്ടായതൊക്കെ ഇല്ലാതാവുന്നതാണ്. പക്ഷേ ദൈവത്താൽ നിയോഗിച്ച് ആ വിധത്തിൽ അതിനെ കർമ്മിക്കുമ്പോൾ ലോകാന്ത്യം വരെ നിലനിൽക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ ശാസ്ത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ വാർത്തകളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം, ചരിത്ര ഗവേഷകന്മാർക്കൊക്കെ അറിയാം, ദ്വാപര യുഗത്തിൽ ഉണ്ടാക്കിയ ദ്വാരക ഒരു കേടും കൂടാതെ ഇപ്പോഴും കടലിനടിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പോ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അത് നിർമ്മിച്ചത് എന്റെ രാധയായിരുന്നു. ആ രാധയായിരുന്നു അതിന്റെ സങ്കല്പങ്ങളെ ആ വിശ്വകർമാവിലേക്ക് അറിയിച്ചത്. അതിന്റെ എല്ലാ കാര്യങ്ങളും ആ വിശ്വകർമാവിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് രാധയായിരുന്നു. രാധ എന്നത് ഭക്തിയുടെ പ്രഭാവമാണ്. ഒരു സ്ത്രീയായിട്ട് ആരും കാണരുത്. ഇപ്പോൾ നമ്മൾ ഈ കർമ്മം നടക്കുമ്പോഴും ആരും മുന്നമേ കരുതിയതല്ല, ആരും പ്രത്യേകിച്ച് നിർദ്ദേശിച്ചതല്ല. ഈശ്വരൻ ഇതാ നിലനിർത്തിയിരിക്കുന്നു ആത്മദീപമായ ഒരു ആത്മാവിനെ. എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമ്പോഴും ആ ഹൃദയത്തിൽ അതിനെ രൂപീകരിച്ച് അതിന്റെ കർമ്മികളിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേ വിധത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് രാജഗോപാൽ ഭക്തൻ നിൽക്കുന്നത്. എന്നാൽ രാജഗോപാലൻ ഭക്തനിലേക്ക് അതിന്റെ ആ നിലയിലുള്ള നിയോഗമല്ല എത്തിയിരിക്കുന്നത്. ഗോപുരത്തിലേക്ക് ഒരു കാര്യം ചേർക്കപ്പെടണമെങ്കിൽ രാജഗോപാലൻ ഭക്തൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിൽ ചേർത്താൽ അതവിടെ അധികപ്പറ്റായി മാറുകയാണ്. അത് രാജഗോപാലൻ ഭക്തൻ കുറവുള്ളത് കൊണ്ടല്ല, നിയോഗം ആത്മദീപത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ആ നിയോഗമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് നിയോഗിച്ചത്, ആരാണ് പ്രവർത്തിപ്പിക്കുന്നത്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തതിശയമേ ദൈവത്തിൻ വാഴ്ച, ചിന്തിച്ചാൽ അന്തമില്ല. കോടാകോടി നാമങ്ങളാലെ വാഴുന്നു അഖിലേശൻ. എന്തതിശയമേ ദൈവത്തിൻ വാഴ്ച. ശുഭാനന്ദാവതാര കാലത്ത് ഇങ്ങനെ അനേകം നിയോഗശക്തികൾ പ്രവർത്തിപ്പിച്ചാണ് ഈ ആദർശത്തെ ഇതുവരെയും കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരാളിനെ തീരുമാനിച്ചൊരു നിയോഗം കൊടുത്താൽ അതിന് പകരം 10 പേര് പോയാലും അതുപോലെ ആ കർമ്മം വിജയിക്കുകയില്ല. അങ്ങനെ അനേകം അനുഭവങ്ങൾ നമുക്ക് ഈ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട്. കൊടിമരം കൊണ്ടുവന്നതായാലും താഴികക്കുട ഉറപ്പിച്ചതായാലും സൗധത്തിന്റെ പണി പൂർത്തീകരിച്ചതായാലും ഇങ്ങനെ പല കാര്യങ്ങളിൽ പല പല നിയോഗങ്ങൾ നടത്തി പല കർമ്മങ്ങൾ ചെയ്ത അനുഭവം ഇവിടെ ഉണ്ട്. അത് ആ നിയോഗശക്തി ഒരിക്കലും ആളിനെ മറന്നൊരു കർമ്മം ചെയ്യിക്കുകയില്ല. ഒരിക്കൽ ആനന്ദജി ഗുരുദേവൻ കൊച്ചുസ്വാമിയായിരിക്കുന്ന സമയത്ത് എടത്വ ഭാഗത്തൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി. അന്ന് വള്ളവും ഒക്കെ പിടിച്ചാണ് പോകുന്നത്. കൂടുതൽ സ്ഥലം വെള്ളവും
റോഡില്ലാത്ത അവസ്ഥയൊക്കെയാണ് അന്ന്. കൂടുതൽ സ്ഥലം വെള്ളവും റോഡില്ലാത്ത അവസ്ഥയൊക്കെ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരു വലിയ ചടങ്ങ് തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അവിടെ കിടന്ന് ഉറങ്ങി. ഇപ്പോഴത്തെ കൂട്ട് വണ്ടി കൊണ്ടുവന്ന് ആ സമ്പ്രദായം ഒന്നും അന്നില്ല. സമ്പ്രദായമൊന്നുമില്ല. അപ്പൊ ആ വീട്ടിൽ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി ഒരു വാഴക്കുല നിർത്തിയിരുന്നു. അപ്പൊ അത് വളരെ മനോഹരമായത് കാഴ്ച അതിനെ വിളഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ വീട്ടുകാരന് രാവിലെ ജോലിക്ക് പോകണം. അപ്പൊ ഇത് വെളുപ്പിനെ കൊണ്ടുവന്ന് ഭഗവാന് കൊടുത്തിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ പ്രാർത്ഥനയും ആ പ്രഭാഷണവും ആ ആട്ടവും ഒക്കെ ആ നൃത്തവും ഒക്കെ കഴിഞ്ഞ് കൊച്ചുസ്വാമി നല്ലപോലെയുള്ള ഉറക്കത്തിലാണ്. വെളുപ്പിനെ ഇദ്ദേഹം ചെന്ന് നോക്കിയപ്പം സ്വാമിയെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഈ കൊലയുമായിട്ട് വന്നു. കാരണം ഈ പ്രാർത്ഥനയ്ക്ക് അയച്ചതാരെയാണ്? അയച്ചതാരാണ്? ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കണം. അവിടുന്ന് കൊലയുമായിട്ട് ഈ ഭക്തൻ ഇവിടെ വന്നു. അപ്പൊ എന്താ അത് കൊലയുണ്ട്, അത് ഭഗവാന് സമർപ്പിക്കാൻ വന്നതാണ്. കൊള്ളാമല്ലോ, നല്ല കൊലയാണല്ലോ. എന്തിയെ ആനന്ദൻ എന്തിയെ? സ്വാമി നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് അടിയും വിളിച്ചില്ല. അപ്പൊ ഈ വള്ളം പിടിച്ചു പോവുകയും വരികയും ചെയ്യേണ്ട സ്ഥലമാണെന്ന് നിങ്ങൾ ഓർത്തു കൊള്ളണം. യഥേഷ്ടം വാഹന സൗകര്യം ഇല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഭഗവാൻ പറഞ്ഞു ഈ വാഴക്കുല എടുത്തുകൊണ്ട് ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവനെയും കൊണ്ട് വന്നാ മതി, അവനെ കൂടെ അറിയിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചാ മതി എന്ന് അപ്പോൾ കൽപ്പനയുണ്ടായി. ഈ പാവം ആകെ വിഷമിച്ചു. എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുമെന്ന് വിചാരിച്ച് അപേക്ഷിച്ചു. അനുവദിച്ചില്ല. കാരണം അവിടുത്തെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ആളിലേക്ക് നിയോഗിച്ചാണ് ഭഗവാൻ അയക്കുന്നത്. ആ സമയത്ത് ആളറിയാതെ ഒരു കാര്യം അവിടെ നടക്കാൻ പാടില്ല. ആ ഭഗവാന് സമർപ്പിക്കാനുള്ളതാണല്ലോ എന്ന് കരുതി ആ ആളറിയാതെ കൊണ്ടുവന്നാൽ ഭഗവാൻ സ്വീകരിക്കുകയില്ല. ഇത് മേലിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവനിയോഗത്തെ നിഷേധിച്ചുകൊണ്ട് ഈശ്വര ശക്തിയുടെ മുൻപിൽ ഒരു കാര്യം ചെയ്ത് നേടാമെന്ന് ആരും വിചാരിക്കരുത്. പലരും അങ്ങനെ പല കാര്യങ്ങളും വിചാരിക്കാറുണ്ട്. താൽക്കാലികമായ ചില കാര്യങ്ങളൊക്കെ അനുവദിച്ചു എന്ന് തോന്നിക്കാം, പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഒരു അനുവാദം ലഭിക്കുകയില്ല. സത്യം സത്യം സത്യം. കാരണം ഈ നിയോഗശക്തിയായി അവരോടൊപ്പം തന്നെ പോകുന്നതും പരമാത്മാവ് തന്നെയാണ്. അങ്ങനെ നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ ആത്മദീപം അതിന്റെ പരിപൂർണമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടുന്നു. ആയുരാരോഗ്യത്തോടുകൂടി കാണപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കർമ്മ വഴികളെയും ആദർശ ജീവിതത്തെയും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും അനേകം ആത്മദീപങ്ങൾ ലോകത്തിലുണ്ടാകുവാനിടയാകുമാറാകട്ടെ. അത് അസൂയയും മറ്റു വൈരാഗ്യവും വെച്ചുകൊണ്ടല്ല, ജ്ഞാനവൈരാഗ്യത്തോടുകൂടിയുള്ള ജീവിതം ചെയ്യുന്നവരിൽ ശുഭാനന്ദ പ്രഭ ഉണ്ടാകും. അപ്പോൾ ആത്മാവ് ആത്മദീപമായി ജ്വലിക്കും. അങ്ങനെ ഉണ്ടാകുവാനിടയാകുമാറാകട്ടെ. അങ്ങനെ ലോകത്തേക്ക് ആദർശം വളരുവാനിടയാകട്ടെ. അപ്പോൾ എത്രയും വേഗം നമ്മുടെ മഹാഗൗരം പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. അതിലുൾപ്പെട്ട് പ്രവർത്തിക്കുന്ന രാജഗോപാൽ ഭക്തനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നടക്കുന്ന ഈ കർമ്മങ്ങളിൽ വന്ന് ബന്ധപ്പെടുവാൻ ഈശ്വരൻ അനുവദിച്ച നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഈ ഭാഗ്യം നിങ്ങൾ നിലനിൽക്കുമാറാകട്ടെ. ഉന്നതമായ ഭാഗ്യം നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ. ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹായജ്ഞത്തിന്റെ ഉദ്ദേശശുദ്ധിയെ പൂർണ്ണമായും ബോധ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിന്റെ ഈ ആനന്ദത്തെ പകർത്തിയെടുക്കുക. എന്നിട്ട് അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. എന്റെ ഗുരുനാഥൻ പരിപൂർണ ആരോഗ്യത്തോടുകൂടി ഈ ലോകത്തിലുണ്ടെങ്കിൽ മാത്രമേ എനിക്കും എന്റെ പരമ്പരകൾക്കും രക്ഷയുള്ളൂ. ആത്മലോകത്തിന്
രക്ഷയുള്ളൂ എന്ന പരിപൂർണ ബോധ്യത്തോടുകൂടി എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ജീവിതം ചെയ്യുക. മഹാശക്തി നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. മഹാശക്തി ലോകത്തിൽ വാഴുമാറാകട്ടെ. ആത്മലോക രക്ഷാർത്ഥം വാഴുമാറാകട്ടെ. നടക്കാനുള്ള ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം ആനന്ദമായി നടക്കപ്പെടുമാറാകട്ടെ. ഉന്നതമായ ആദർശ കർമ്മങ്ങൾ സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ തയ്യാറുള്ളവർ എത്തിച്ചേരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഉന്നതമായ കർമ്മങ്ങൾ അവരവരുടേതെന്ന് കരുതി പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് ആദർശത്തെ വളർത്തുവാൻ കഴിയുള്ളൂ. ആ വിധത്തിൽ വളർത്തുവാനും ഉയർത്തുവാനും പ്രവർത്തിക്കുവാനും മഹാശക്തി നിങ്ങളിലെല്ലാം ഉത്ബോധം ദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ശുഭാനന്ദ ദർശനം മാസികയുടെ ആ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജയന്തുമാർ ഭക്തനാണ് അതിന്റെ നേതൃത്വം വഹിക്കുന്നത്. അനേകം ആളുകൾ ആ ഉത്തരവാദിത്വത്തെ കണ്ടുകൊണ്ടും എന്റെ ഈ അറിയിപ്പിനെ മാനിച്ചുകൊണ്ടും അതിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് വലിയ സന്തോഷമായിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ചേർന്ന് ആവിധ കർമ്മങ്ങൾ പ്രയോജനകരമായി വരുവാൻ തക്കവിധം പ്രവർത്തിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ വിധത്തിൽ ആദർശ കർമ്മം ചെയ്യുന്നവരെയും അവരുടെ കുടുംബത്തെയും പരിരക്ഷിക്കുവാൻ മഹാശക്തി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി മഹാശക്തി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, സർവാത്മാക്കളുടെയും സർവചരാചരങ്ങളുടെയും ഉന്നതമായ വീണ്ടെടുപ്പിനായിട്ടാണ് സദ്ഗുരുവായി ജഗത്പിതാവ് ലോകത്തിൽ അവതാരമായി വന്നു. ആ ജഗതീശ്വരൻ ലോകാന്ത്യം വരെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ വാഴണമെന്ന ഏക സങ്കല്പത്തോടുകൂടി നടത്തിയ ഉന്നതമായ സ്തുതിയാണ് 27 ആചാര്യന്മാരുടെ സ്തുതി. ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന സർവജീവരാശികളും അജരങ്ങളായുള്ളവരും ജനിക്കപ്പെട്ടിരിക്കുന്നത് 27 നക്ഷത്രങ്ങളിലായിട്ടാണ്. ആ മുഴുവൻ ചരാചരങ്ങളെയും മനുഷ്യരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് 27 പേർ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ തിരുനാമ സ്തുതിച്ച് ഈശ്വര വാഴ്ചയ്ക്കായി അപേക്ഷിച്ചത്. ആ അപേക്ഷയെ ജഗതീശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമായി കണ്ട് അവർ ചെയ്ത ഈ സ്തുതി മഹാശക്തി സ്വീകരിക്കുമാറാകട്ടെ. ഉന്നതമായ മഹാസൗഭാഗ്യങ്ങൾ മേൽക്കുമേൽ നിങ്ങളിൽ അനുഭവമാകുവാൻ ആനന്ദസമ്പൂർണനും അനുഗ്രഹദായകനുമാകുന്ന മഹാശക്തി ശുഭാനന്ദ തപോശക്തി നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. അതിനായി നടത്തിയ ഈ മഹായജ്ഞം ഉന്നതനാകുന്ന ദൈവം സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഈ വ്രതകാലയളവിലോ ഈ നിഷ്ഠകൾ യജ്ഞങ്ങൾ നടന്ന സമയത്തോ എന്തെങ്കിലും കുറവ് ആരിൽ നിന്നെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സർവശക്തി അതെല്ലാം ക്ഷമിക്കുമാറാകട്ടെ. സർവലോകനാഥനത് ക്ഷമിക്കുമാറാകട്ടെ. എന്റെ ദേവീദേവന്മാരും ദൂതപരമ്പരകളും പ്രകൃതിയും ഒന്നിച്ചാനന്ദിച്ച ഉന്നതമായ ഒരു സന്ദർഭമായിരുന്നു ഒരാഴ്ച കാലം. അവരെല്ലാം ഇതാ വീണ്ടും അവരുടെ കർമ്മ രംഗങ്ങളിലേക്ക് നിയോഗിക്കുകയാണ്. ഉന്നതരായിരുന്നു പ്രവർത്തിച്ചുകൊള്ളുക. ഉന്നതമായ ധർമ്മകർമ്മങ്ങൾ നിഷ്കാമകർമ്മങ്ങൾ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ നിയോഗിച്ചിരിക്കുന്ന എൻ്റെ ദേവീദേവന്മാരെ ദൂതപരമ്പരകളെ പ്രകൃതിയെ നിങ്ങൾ എൻ്റെ സന്താനങ്ങൾക്ക് തുണയായി നിലകൊള്ളുക. നിങ്ങൾ എൻ്റെ സന്താനങ്ങൾക്ക് തുണയായി നിലകൊള്ളുക. സത്യത്തെ സമാശ്രയിച്ച് ജീവിതം ചെയ്യുന്ന എൻ്റെ സന്താനങ്ങളെ നിങ്ങൾ തുണ ചെയ്തുകൊള്ളുവിൻ. അവർക്കിടയായും തുണ
മഹായജ്ഞത്തിന്റെ സമാപനം ഇത്രയും ബഹുജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ മഹാശക്തി അനുവദിച്ചു. അത് ഈശ്വരന് ഏറ്റവും സന്തോഷമായി ഭവിച്ചിരിക്കുന്നു. അതും നിങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കുമാറാകട്ടെ. ഓരോ ഹൃദയങ്ങളിലും ഈ അനുഗ്രഹം ഭവിക്കുമാറാകട്ടെ. ആത്മനാഥൻ പ്രത്യക്ഷമായി നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. ഉന്നതമാകുന്ന ഈ ആനന്ദാവസ്ഥയിൽ നിന്ന് അല്പം വ്യതിചലിക്കുവാനോ ഇതിൽ നിന്ന് വേർപെടുവാനോ ഒക്കെ ഹൃദയത്തിൽ അതിനൊരു ചിന്തയില്ല, അങ്ങനെ ഒരു തീരുമാനമില്ല എങ്കിലും ബാഹ്യാവസ്ഥയിൽ ഇതൊക്കെ ആവശ്യമാണല്ലോ. ഒരുപാട് കർമ്മങ്ങൾ വീണ്ടും ആദർശത്തിൻ്റെതായിട്ടും നമുക്ക് നടത്താനുണ്ട്. അതിനുപകരണങ്ങളായി നിലനിർത്തിയിരിക്കുന്നവരാണ് ഈ 27 പേരും. ആവിധ കർമ്മങ്ങൾക്കായി അവരെ നിയോഗിച്ച് അയക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തൽക്കാലം നമുക്കിതിവിടെ സമർപ്പിക്കാം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇതിൻ്റെ ആനന്ദം വർദ്ധിതമായി വരുമാറാകട്ടെ. എല്ലാ ഹൃദയങ്ങളിലും ആനന്ദം നിലനിൽക്കുമാറാകട്ടെ. ആചാര്യന്മാരിൽ ആത്മപ്രചോദനമായും ആത്മബോധനമായും ആത്മനാഥൻ നിലനിന്നുകൊണ്ട് ആത്മലോകത്തെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും കരുത്തായി കൂടെ വാഴുമാറാകട്ടെ. ശുഭാനന്ദപ്രഭ ഓരോ ഹൃദയങ്ങളിൽ കൂടിയും ഈ ലോകരംഗത്തേക്ക് പ്രവർത്തിച്ച് അനേകങ്ങളെ ഈ അജ്ഞാനങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ള ഉപകരണങ്ങളായി എൻ്റെ ആചാര്യ പരമ്പരകൾ ലോകത്തിൽ വിലസുമാറാകട്ടെ. ഉന്നതരായ ലോകത്തിൽ പ്രശോഭിക്കുമാറാകട്ടെ. വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളുടെ എല്ലാം നായകനായ മഹാശക്തിയാണ് ഇവരെ ഭരണം ചെയ്തുകൊണ്ട് ഇവരോടുകൂടി വാഴുന്നത്. ഏത് വേദശാസ്ത്രജ്ഞ നിപുണനാണെന്ന് പറഞ്ഞാലും അവരുടെ എല്ലാം മുൻപിൽ ആ നിർമത്സര ബുദ്ധിയോടുകൂടി നിന്ന് ഉന്നതമായ തത്വങ്ങളെ അവതരിപ്പിക്കുവാനുള്ള പ്രാപ്തി എൻ്റെ ആചാര്യന്മാരിലുണ്ട്. അവരിലത് നിലനിർത്തിയിട്ടുണ്ട്. അത് പ്രോജ്വലിപ്പിച്ച് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ അവർക്ക് ഉത്ബോധം ദാനം ചെയ്യുമാറാകട്ടെ. അതിനുള്ള ആത്മവീര്യം ദാനം ചെയ്യുമാറാകട്ടെ. ആത്മനാഥൻ അവരോടുകൂടി വാഴുമാറാകട്ടെ. നമുക്ക് നമ്മുടെ സമാപന ചടങ്ങുകൾ നടക്കുകയാണ്. ഉന്നതമായ ഈ കാഴ്ചകൾ ലോകത്തിൽ എവിടെയും ലഭിക്കാത്ത കാഴ്ചകളാണ്. കണ്ണുകൾ അടച്ച് കാണുന്നതിനേക്കാൾ ഉപരിയായി കണ്ണുകൾ തുറന്ന് കാണുവാൻ കിട്ടുന്ന അവസരം. ഈ എഴുന്നള്ളി നിലകൊള്ളുന്ന ദേവീദേവന്മാരും ത്രിമൂർത്തികളും ബ്രഹ്മർഷികൾ, സപ്തർഷികൾ, യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, ദൂതപരമ്പരകൾ, അനേകം പൂർവജന്മ സുഹൃത്തുക്കൾ, എന്നോടൊപ്പം നിന്ന് പട്ടിണി കിടന്ന എൻ്റെ സന്യാസ പരമ്പരകൾ, എൻ്റെ ഭക്തപരമ്പരകൾ എല്ലാവരും ഇതിരുന്നിരിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. ആദിനാഥനെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മലോക രക്ഷ ചെയ്യും ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മലോക രക്ഷ ചെയ്യും ആദിനാഥനെ സ്തുതിക്കുന്നു. ദേവന്മാരാൽ പൂജിതനായി വാഴുന്നോനെ സ്തുതിക്കുന്നു. ദേവന്മാരാൽ പൂജിതനായി വാഴുന്നോനെ സ്തുതിക്കുന്നു. ദൂതന്മാരാൽ സേവിതനായി വാഴുന്നോനെ സ്തുതിക്കുന്നു. ദേവന്മാരാൽ പൂജിതനായി വാഴുന്നോനെ സ്തുതിക്കുന്നു. ദൂതന്മാരാൽ സേവിതനായി വാഴുന്നോനെ സ്തുതിക്കുന്നു. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. അവതാരത്തെ ഉത്ഭവിപ്പിച്ച അറിവിനെ ഞാൻ സ്തുതിക്കുന്നു. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. അവതാരത്തെ ഉത്ഭവിപ്പിച്ച അറിവിനെ ഞാൻ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. ആദിനാഥനെ സ്തുതിക്കുന്നു.
സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. ഓ ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. ഓ അവതാരത്തെ ഉത്ഭവിപ്പിച്ച അറിവിനെ ഞാൻ സ്തുതിക്കുന്നു. ഓ അവതാരത്തെ ഉത്ഭവിപ്പിച്ച അറിവിനെ ഞാൻ സ്തുതിക്കുന്നു. ഓ ആനന്ദത്തെ ദാനം ചെയ്യും ഗുരുവരനെ സ്തുതിക്കുന്നു. ഓ ആനന്ദത്തെ ദാനം ചെയ്യും ഗുരുവരനെ സ്തുതിക്കുന്നു. ഓ ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. അവതാരത്തെ ഉത്ഭവിപ്പിച്ച അറിവിനെ ഞാൻ സ്തുതിക്കുന്നു. ഓ ആനന്ദത്തെ ദാനം ചെയ്യും ഗുരുവിനെ ഞാൻ സ്തുതിക്കുന്നു. ഓ ആനന്ദത്തെ ദാനം ചെയ്യും ഗുരുവിനെ ഞാൻ സ്തുതിക്കുന്നു. ഓ കലിയുഗത്തിൽ അവതരിച്ച ഗുരുവിനെ ഞാൻ സ്തുതിക്കുന്നു. ഓ കലിയുഗത്തിൽ അവതരിച്ച ഗുരുവിനെ ഞാൻ സ്തുതിക്കുന്നു. ഓ ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു.
ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. ഓ ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. ഓ അവതാരത്തെ ഉത്ഭവിപ്പിച്ച അറിവിനെ ഞാൻ സ്തുതിക്കുന്നു. ഓ ആനന്ദത്തെ ദാനം ചെയ്യും ഗുരുവരനെ സ്തുതിക്കുന്നു. ഓ ആനന്ദത്തെ ദാനം ചെയ്യും ഗുരുവരനെ സ്തുതിക്കുന്നു. കലിയുഗത്തിൽ അവതരിച്ച ഖഡ്ഗിയെ ഞാൻ സ്തുതിക്കുന്നു. വാഴണമേ 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 നാഥനെ. ഓ വാഴണമേ 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 നാഥനെ. 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 ആത്മലോക രക്ഷ ചെയ്യുവാൻ ഭൂതലത്തിൽ വാഴണേ. വാഴണമേ 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 നാഥനെ. വാഴണമേ 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 നാഥനെ. വാഴണമേ 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 നാഥനെ. ആത്മലോക രക്ഷകനായ ഭൂതലത്തിൽ വാഴണേ. ആത്മലോക രക്ഷകനായ ഭൂതലത്തിൽ വാഴണേ. ഓ ശ്രീ ശുഭാനന്ദായ നമഃ. ഓ ശ്രീ ശുഭാനന്ദായ